പട്ടി പറ്റി കിടക്കുന്നിടത്ത് പിന്നെയും ചെല്ല. ഇതൊരു വല്ലാത്ത പുഴുവായി മാറി. തന്റെ ശകടം കൊണ്ടുവന്ന് എന്റെ ശകടത്തിൽ ഇടിച്ചിട്ട് എന്നെ പട്ടിന്ന് കൂടെ വിളിക്കുന്നു. എന്റെ വണ്ടിയിൽ എല്ല് കണ്ടില്ല താൻ. എല്ല് കണ്ടാ സൂക്ഷിക്കണമെന്ന് അറിഞ്ഞൂടെ? എല്ല് സൂക്ഷിക്കാൻ ഞാൻ എന്താ പട്ടി? ഇത് വല്ലാത്തൊരു പുഴുവായി മാറിയല്ലോ ദൈവമേ. ഇവിടെ കണ്ണും കണ്ടൂടെ ചെവിയും കെട്ടു രാവിലെ വണ്ടി എടുത്തിട്ട് ഇറങ്ങിക്കൊള്ളും. എനിക്ക് കണ്ണ് കണ്ടുകൂടാ. നിന്നോട് ആര് പറഞ്ഞത് ഈ അസത്തെ? പെൺകുട്ടികളാവുമ്പോൾ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കാം. എടിയല്ല എടോ എടോ. ആ ഇപ്പം മനസ്സിലായി. കണ്ണും കാണാൻ ചെവിയും കേൾക്കാം. എന്തൊക്കെയായാലും ലീഗലായിട്ട് തന്നെ മുമ്പോട്ട് പോകാം. അതിന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് സമ്മതിക്കുന്നു ലീഗുമായിട്ട് മുന്നോട്ട് പോകാൻ. എടോ കിളവ, അയ്യോ എന്താ മധുര 17കാരാ? തന്റെ ഈ ഡ്രൈവിംഗ് സ്കൂൾ വെച്ച വണ്ടിക്ക് ഒരേപോലെ 2 ബ്രേക്കും 2 ക്ലച്ചുമില്ലേ? അതിനെ അമ്മ ഇരട്ട വെച്ചതാണ്. തന്റെ ഈ അസഖ്യമായ തമാശയ്ക്ക് മറുപടി പറയാൻ എനിക്ക് താല്പര്യമില്ല. മണി മണി കരഞ്ഞത് മതി, കരഞ്ഞത് മണി. എണീര് 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 എണീര്. നാട്ടുകാരെ കൂട്ടത് എണീര് എണീര് എണീര്. നേരെ നിന്നാണെന്ന്. എന്താണ് ഇങ്ങനെ സസൂക്ഷ്മം നോക്കുന്നത്? അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു ഇതിനിടയിൽ ഇതെങ്ങനെ ഇടിച്ചു കയറ്റിയത്. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കി വെക്കാൻ പറ്റുന്ന സാധനമാണ് എന്റെ ഈ 2 കാലുകൾ. മതി മതി, നിർത്ത്. രാവിലെ വണ്ടി ഓടിക്കാൻ ഓരോന്ന് ഇറങ്ങി വരും മനുഷ്യന്മാർക്കെടുത്ത. എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലെന്ന് തന്നോട് ആര് പറഞ്ഞു? ഞാൻ ട്രിപ്പിൾ അടിച്ചാണ് വന്നത്. ഓ, അപ്പൊ ഗാനമേളയ്ക്ക് സ്കൂട്ടിൽ ട്രിപ്പിൾ അടിച്ചോണ്ട് വരികയായിരുന്നല്ലേ? അതല്ല, എന്റെ പുറകിൽ 2 പേരെ വെച്ചിട്ടാണ് ഞാൻ വന്നത്. എന്നിട്ടാ ബാക്കി 2 പേരെവിടെ? പറഞ്ഞോടൊക്കെ അവരെവിടെ? വന്ന വഴിക്ക് എവിടെയോ പറന്നുപോയി. ഇനി തിരിച്ചു ചെന്ന് വേണം അവരെ കളക്ട് ചെയ്യാൻ. അല്ല, രാവിലെ എവിടെയാണ് തള്ളിക്കൊണ്ട് പോണത്? ഓടാനാ? അതെ. എവിടെ? മ്യൂസിയത്തിൽ. മ്യൂസിയത്തിൽ തന്നെ പോയി ഓടണം ഇത്ര നിർബന്ധം എന്താ? അവിടെ ആവുമ്പോൾ ശുദ്ധവായു കിട്ടും. എനിക്കറിയാം. താങ്കളുടെ മ്യൂസിയത്തിലെ ശുദ്ധവായുവിന്റെ പേര് രമണി എന്നല്ലേ? ആവശ്യമില്ലാത്ത സ്ഥലത്ത് രമണിയുടെ കാര്യം വലിച്ചടിക്കും. ഞാൻ എത്ര വർഷമായി ഈ വളയം പിടിക്കുന്നു എന്നറിയാമോ? എന്നിട്ട് ഇത് നൂന്നല്ലേ ഇരിക്കുന്നത്, വളയമല്ലല്ലോ. കുറെ കാലം പിടിച്ചു കഴിയുമ്പോൾ ഇത് താനെ നൂന്നു വരും. തെറ്റ് ചെയ്യാത്തത് ആരാണ്? തെറ്റ് ചെയ്യാത്തത് ആരാണ്? ഹലോ സാർ, ഞാൻ തന്നെയാണ് വിളിച്ചത്. അതെ, ആൾ എന്റെ അടുത്ത് തന്നെയുണ്ട്. ഞാൻ പുള്ളിയുടെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്ത് വെക്കാം. ഓക്കെ. തെറ്റ് ചെയ്യാത്ത ഷക്കീലയുടെ കമുക ആരെ വിളിച്ചു? ഞാൻ നിയമപാലകനെ വിളിച്ചതാ. ഓഹോ. എന്താണ് നിങ്ങളുടെ നാമം? എന്റെ പേര് പീലി, വീട്ടുപേര് മയിൽ. അങ്ങനെ നാട്ടുകാർ സ്നേഹത്തോടെ മയിൽ പീലി എന്ന് വിളിക്കും. എങ്കിൽ പെട്ടെന്ന് തന്നെ ആ വാഹനത്തിനുള്ളിൽ കയറിയിരുന്നോളൂ. അതെന്തിനാണ്? കേട്ടിട്ടില്ലേ, മയിൽപീലി ആകാശം കണ്ടാൽ പ്രസവിക്കും. താങ്കൾ പ്രസവിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ചെലവ് തരാൻ എന്റെ കയ്യിലില്ല. കൊണ്ട് തോറ്റല്ലേ ഞാൻ കൂടുതൽ സംസാരിക്കണ്ടല്ലേ? അല്ല പിന്നെ ഇത് കണ്ട ഒരാളുണ്ട്, ഈ ആക്സിഡന്റ് കണ്ട ഒരാളുണ്ട്. എങ്കിൽ അദ്ദേഹത്തെ വിളിക്കൂ. അതായത് അവനെന്ന് പറഞ്ഞാണ്ടല്ലേ, ഈ എന്റെ വണ്ടി ഡ്രൈവിംഗ് ഓടിച്ചിരുന്ന പയ്യനാണ്. അവൻ നല്ല അന്തസ്വാഭിജാത്യമുള്ളവനാ. പൂണെ പിടിമിടിച്ചിൽ പിടിയെ പഠിക്കായിരുന്നു. പൂണെ പിണിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പിടിമിനെ കുറിച്ച് പഠിക്കായിരുന്നെന്ന് അവൻ പറയും. മക്കളെടാ കയറുവാടാ. ഓ, എങ്കിൽ അവനെ വിളിക്കൂ. ഇവനാണ് ദൃക്സാക്ഷി. ഇവനാണ് ദൃക്സാക്ഷി. കണ്ടതാ സംഭവം എന്ന് പറഞ്ഞാല് സുശീലൻ, സുന്ദരൻ, സുമുഖൻ. പേര് ദൃക്സാക്ഷിയല്ല, ദൃക്സാക്ഷി. ആക്സിഡന്റ് കണ്ടവൻ. പറഞ്ഞു മക്കളെ. സംഭവം എന്ന് പറഞ്ഞാൽ ടൈറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇത്. അതെ. ഒരാളെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിലയും വിലയുള്ള ഒരു ഉന്നത ജാതൻ. അത് ഞാൻ. രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും നന്നായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധാരണക്കാരൻ. അത് ഞാൻ. എല്ലാം നിങ്ങളായ പിന്നെ ഞാനാര്? എങ്കിൽ രണ്ടാമത് പറഞ്ഞ മാക്രിത്തലയൻ ഇയാൾ. മാക്രിത്തലയനല്ല, മയിൽപീലി. മയിൽപീലി വെച്ച മാക്രിത്തലയൻ ഇയാൾ. അപ്പോ നിങ്ങള് ഈ കാളവണ്ടിയിൽ ചാരി ഇരിക്കണം. സത്യം ജയിക്കാൻ വേണ്ടി ഞാൻ എവിടെയും ചാരിയിരിക്കും. അപ്പൊ സേതുമാധവൻ ഇങ്ങനെ ചാരി ഇരിക്കുമ്പോഴാണ് അവിടെ കിടന്നിട്ട് കിഴിക്കാടൻ ജോസ് ഒരു ഞെരക്ക ശബ്ദം ഉണ്ടാകും. ഇത് കേട്ടിട്ട് സേതുമാധവൻ ചാടി എഴുന്നേറ്റ് വിറകുകൊള്ളി കൊണ്ട് കിരിക്കാടൻ ജോസിനെ തല്ലിക്കൊല്ലുക. വണ്ടി ഇടിച്ചപ്പോ ഇവന്റെ റിലേ വിട്ടുപോയെന്നാ തോന്നുന്നു. ഞാനാര്? കിരിക്കാടൻ ജോസ്. നീ ആര്? AK ലോഹിദാസ്. അപ്പൊ അതാ മോഹൻലാല്. താങ്ക് യു. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ഈ ആർട്ടിസ്റ്റിനെ പാൻ ചെയ്ത് നിർത്തിയിട്ട് ക്യാമറ കുനിച്ച് നിർത്തിയാലോ? ഞാൻ കുനിച്ച് നിർത്തും. ഇവൻ ഡ്രൈവിംഗ് പഠിക്കാൻ ഇറങ്ങുന്നു. നീ പോടാ മോനെ ദിനേശ്. അയ്യോ, അവന് തലക്കിടിയേറ്റ് പ്രാന്തായിട്ട് വല്ലതും പറഞ്ഞു ഉടനെ ഫിഗർ പിടിക്കാൻ നടക്കുന്നു. മര്യാദയ്ക്ക് നില്ലുവാ. ചെമ്പിൽ രവിയുടെ രക്തം തിളയ്ക്കുന്നു. അതാര്? ചെമ്പിൽ രവി. ഞാൻ തന്നെ. ചെമ്പിൽ കിടന്ന് തിളയ്ക്കാൻ താനാര്? കാച്ചിലും ചേനയാ. താങ്കളുടെ നാമം എന്താണ്? മയിൽപീലി. ഈ മയിലിന്റെ പീലി ഏത് ഭാഗത്താണ് ഇരിക്കുന്നതെന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. കൂടുതൽ സംസാരിക്കണ്ട, എന്റെ ബമ്പർ ചളിക്ക്. ഒന്ന് ടേൺ ചെയ്യൂ. ഇതിൽ എവിടെ ഇരിക്കുന്നു ബമ്പർ? എന്റെ വണ്ടിയുടെ ബമ്പർ ചളിക്കുന്ന ഞാൻ പറഞ്ഞു. അത് മാത്രമല്ല, എന്റെ വണ്ടിയിൽ സ്റ്റിക്കർ കീറി.
സ്വഭാവം ശരിയല്ലെങ്കിൽ നിക്കർ നാട്ടുകാർ വലിച്ചു കീറും. സ്റ്റിക്കർ കീറിയെന്നല്ലേ പറഞ്ഞത്? എന്റെ വണ്ടിയിൽ ഒടിച്ചിരുന്ന സ്റ്റിക്കർ കീറിയെന്ന്. ഓ അങ്ങനെ. ദാ പോടാ മാറി. എന്താ ഇവിടെ പ്രശ്നം? നിക്കർ കീറി. ആരുടെ നിക്കറാണ് കീറിയത്? കാണിത്. ഇന്ന് എന്താണ് ദിവസം? ശനിയാഴ്ച. അപ്പൊ എന്റെ അല്ല, അല്ലേ? ശനിയും ഞായറും എനിക്ക് നിക്കർ അവധിയാണ്. ശനിയും ഞായറും നിക്കറിന് അവധി കൊടുക്കുന്ന ഒരു മഹാൻ. കൊള്ളാം. മനസ്സിലായടാ? ആരെന്ന് മനസ്സിലായടാ? സാറേ കമ്മീഷണർ. ജീപ്പ് എടുത്തില്ലേ? പോലീസുകാരന്റെ മുഖത്തൊക്കെ ജീപ്പ് വയ്ക്കാതാണ്. അടിക്കാൻ അല്ല കയറ്റി. സാറേ, ജീപ്പ് എടുത്തില്ലേ? ജീപ്പിലല്ലേ വന്നേന്ന് ചോദിച്ചാണ്. അയ്യോടാ, അതെന്തൊരു പറയണ്ട. രാവിലെ നോക്കിയപ്പോ ജീപ്പിന് പെട്രോൾ ഇല്ലടാ. പക്ഷെ ബൈക്ക് എടുത്തോണ്ട് പറഞ്ഞേക്ക്. ഹെൽമെറ്റ് വേണ്ടേ? ഹെൽമെറ്റ് വെക്കാതെ വന്നാലേ പോലീസുകാരാ വളവിട്ട് പിടിക്കും, പെറ്റി അടിക്കൂടാ. സാറ് പോലീസല്ലേ? സാറിനെ പിന്നെ ആര് പറ്റി അടിക്കാൻ? ഞാനും പോലീസാണല്ലേ. അപ്പൊ പോലീസ് യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് പ്രശ്നം? സംഭവം വിശദമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു. പറയും. ഞാൻ രാവിലെ എന്റെ 2 ചക്ര ശകടത്തിൽ രാജവീതിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ 4 ചക്ര ശകടം എന്റെ വണ്ടിയുടെ പുറകിൽ കൊണ്ടുവച്ച് അതിക്രൂരമായി പ്രഹരിച്ചു. എനിക്ക് അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തു തന്നേ പറ്റൂ സാർ, എന്റെ നിയമപാലക. മലയാളം പഠിപ്പിക്കുന്ന കുമാര സാറല്ലേ സാറേ? ഈ നിയമപാലകൻ എന്ന് പറഞ്ഞാൽ എന്തോന്ന് സാറേ? അങ്ങനെ അപ്പൊ പോലീസ് തന്നെ? അത് നിയമപാലകൻ എന്ന് പറഞ്ഞാൽ പോലീസാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്തിനാണ് കംപ്ലൈന്റ്? എന്റെ പുറകിൽ കൊണ്ടുവച്ച് ഇടിച്ചു. ഈ വണ്ടി ഉണ്ടാ, അതിന്റെ സീറ്റിന്റെ നീളം കണ്ടാ ഇത്രേ ഉണ്ട്. ഇതും കവിഞ്ഞ് കിടക്കുന്ന ഒരു പുറകുമായിട്ട് ഒരു മനുഷ്യൻ നിൽക്കും. എവിടെ നടാ? എനിക്കെന്താ കംപ്ലൈന്റ്? സാറേ എന്റെ വണ്ടി കൊണ്ടുപോയി ആകെ പ്രശ്നമാണ് സാറേ. പ്രശ്നം കൊണ്ട് എവിടെ ഇടിച്ചു? നിന്റെ വണ്ടിയിൽ എവിടെ ഇടിച്ചു? സാറേ എന്റെ വണ്ടിയിൽ വയറിളവി കിടക്കുന്ന തീരുണ്ട്. സാറ് വയറിളവി കിടക്കുന്നൊക്കെയാണ്. ആ ശരി. നിന്റെ വയറിളവി കിടക്കുന്നിടത്ത് നോക്കാനാണ് എസ് ഐ ആയിട്ട് ഞാൻ നിൽക്കുന്നത്. സാറേ എന്റെ വയറിളവി എന്നല്ല, വണ്ടിയുടെ ഹെഡ്ലൈറ്റിന്റെ വയറിളവി കിടക്കുന്നത് അവിടെയാണ് കൊണ്ട് ചിരിച്ചത്. അത് മോശം. എനിക്കും പറയാനുണ്ട് സാർ. നീ പറ. എന്റെ വണ്ടിയുടെ ഫ്രണ്ടിലെ 2 മഞ്ഞ ലൈറ്റുകളും കത്തുന്നു അണയുന്നു. അത് സ്റ്റഡി ആയിട്ട് കത്തുന്നില്ല സാർ. അത് സ്റ്റഡി ആയിട്ട് കത്തത്തില്ല സാർ. അതെ, കാരണം അത് ഫ്രണ്ടിലുള്ള ഇൻഡിക്കേറ്റർ ആണ്. അതിങ്ങനെ മിന്നും അണയും. അതാണ് അതിന്റെ പരിപാടി. ഓ, അതിശയം. മനസ്സിലായോ? നീ ആരാടാ? സാറേ ഞാൻ ആശാൻ. ആശാനോ? അങ്ങയുടെ കരുണ, ചണ്ടാലഭിഷികി ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. പക്ഷെ ലീലയിൽ അങ്ങുണ്ടാക്കിയ ബിംബങ്ങൾ അതിമനോഹരം. അങ്ങനൊന്നുമില്ല സാറേ. ഡ്രൈവിംഗ് സ്കൂളിൽ ഡ്രൈവിംഗ് കഴിക്കാതെ ലീല അതിൽ വരുമ്പോൾ കുറച്ച് ബിംബമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെയുള്ള. അല്ലാതെ ഈ പറഞ്ഞ കണക്ക് സാർ ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഡ്രൈവിംഗ് സ്കൂളിലെ പഠിപ്പിക്കുന്ന എന്റെ വണ്ടിയിലാണ് ചോദിച്ചത്. അവിടെ മാത്രം സംസാരിക്കരുത്. ഇയാൾക്കെതിരെ മനഃപൂർവ്വമല്ലാതെ മരഹത്യക്ക് കേസെടുക്കണം. എന്താ? എങ്ങനെ? മനഃപൂർവ്വമല്ലാത്ത മരഹത്യക്ക് കേസെടുക്കണം. എനിക്ക് നിയമം വേണം. നിനക്ക് ന്യായമല്ല വേണ്ടത്, നിനക്ക് നല്ല പച്ചയർക്കിൽ 2 കീറിയാ തരേണ്ടത്. എന്തിന്? നാക്ക് പഠിക്കാൻ. സാറേ ഇവരെ പോലുള്ള വൃത്തികെട്ട വെറുവായിക്കൽ കേട്ടവന്മാരുടെ നാടിന്റെ ശാപം. സാറേ പൊതുനിരത്തിൽ വെച്ച് ഇങ്ങനെ അസഭ്യം പറയുന്ന ഇയാളുടെ നാക്ക് വലിച്ചു പിടിച്ച് ബെൽറ്റ് ആക്കി കെട്ടു സാർ. ഇത് ബെൽറ്റ് കെട്ടണോ കോണാൻ കെട്ടണോ ഞാൻ തീരുമാനിച്ചു. മനസ്സിലായോ? ഹലോ മിസ്റ്റർ അച്ചടി യന്ത്രം, ഇനി മര്യാദയ്ക്കുന്നില്ലെങ്കിൽ നിന്റെ അച്ചടി യന്ത്രത്തിൽ ഞാൻ മഷി വരട്ടെ. മഷി വരട്ടെ സാറേ, മഷി വരട്ട്. നിനക്ക് കാർ എവിടെ കിട്ടിയത്? സാറേ എന്റെ കാർ എന്റെ അച്ഛൻ തന്നാ സാറേ, പാരമ്പര്യമായിട്ട് എന്റെ അച്ഛൻ തന്നെ. കണ്ട, അച്ഛൻ പാരമ്പര്യമായിട്ട് കാറ് കൊടുത്തു. എനിക്കും ഉണ്ടൊരു അച്ഛൻ പാരമ്പര്യമായിട്ട് തന്നത് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ. അതല്ല സാർ, എന്റെ അച്ഛൻ എന്റെ ഭയങ്കര സ്നേഹമായിരുന്നു. ഈ കാറ് എന്റെ അച്ഛന്റെ ശ്വാസമാണ് സാർ. നിന്റെ അമ്മ ഇപ്പോഴും ജീവനോട് ഇരിപ്പുണ്ടോ? അതെന്ത്? ഈ വാഹനത്തിന്റെ ശ്വാസം തട്ടിയപ്പോ തന്നെ ഞാൻ 4 കർണം മറിഞ്ഞു. അപ്പൊ അമ്മയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ വായിക്കുന്ന ഇങ്ങനെ കേൾക്കണ മര്യാദ പറ. എടാ പിന്നെ ഈ പോത്തിന്റെ കറുത്ത് കയറി വരുമ്പോഴേ അറ്റ്ലോസ്റ്റ് ഇതൊന്നും എടുത്ത് പൊക്കി വെക്കാനുള്ള ആവതെങ്കിലും വേണം. അതിനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ ഓടിപ്പോയി. പിന്നെ നീ ഇനി വാ. രേഖയുണ്ടോ? ഉണ്ട് സാർ. വീട്ടില് ഞാൻ ഇറങ്ങാൻ നേരത്തോളം കുളിക്കാൻ നിൽക്കുകയായിരുന്നു. ആര്? എന്റെ ഭാര്യ രേഖ. എടാ അതല്ല, കയ്യില് രേഖ ഉണ്ടാവുന്നു. അങ്ങനെ വരട്ടെ സാറേ. പോലീസ് മാത്രമല്ല അല്ല, ഇതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. എങ്ങനെയാലും ജീവിക്കും. സാറ് കാര്യം, എന്റെ കയ്യിൽ രേഖ നോക്കിട്ടെ, എനിക്ക് കുട്ടികളുണ്ടാവും നോക്കി. കുട്ടികളുണ്ടാവാൻ വേണ്ടി വല്ലവന്റെ മുമ്പ് ഇതിങ്ങനെ തൂക്കി പിടിച്ചോണ്ട് ഇന്നിട്ട് കാര്യമില്ല.
വേറെ വഴി നോക്കടാ. എടാ നിന്റെ ബാഡ്ജ് ഉണ്ടാടാ? ബാഡ്ജ് ആ. അത് ചോദിക്കണ്ടേ സാർ ആ, അത് അല്ല, പിന്നെ ചോദിക്കണ്ടത്. ഇതൊക്കെ സംഭവം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. രേഖകളൊന്നുമില്ലാതാണ് വണ്ടി എനിക്കറിയാം. ബാഡ്ജ്. അതാ. എന്റെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ബാഡ്ജാണ്. സെക്രട്ടറി, പ്രസിഡന്റ്, ഖജാൻജി, ഇത് 3 ഞാനാണ് സാർ അമ്പലത്തില്. അവിടുത്തെ പ്രതിഷ്ഠ എന്തോ? മാടൻ തമ്പുരാൻ. അതിനെ മാറ്റിട്ട് നീയും കൂടെ അങ്ങ് കയറി ഇരിക്കാൻ എന്താ? നാട്ടുകാർ സമ്മതിക്കുന്നില്ല. എടാ ഇതങ്ങോട്ട് പിടിയടാ അങ്ങോട്ട്. ഇതല്ലടാ, പിന്നെ? ഇവിടെ പേപ്പർ ഉണ്ടാ, പേപ്പർ. പേപ്പർ ആ. ഇത് ചോദിക്കണ്ടേ സാർ? ഈ ബാഡ്ജ് എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യും? അല്ല, എന്റെ ഇതൊക്കെ mistake ആണ്. ചോദിക്കണ്ടേ? ഞാൻ കൃത്യമായിട്ട് ചോദിച്ചില്ല. എന്റെ മാതൃഭൂമി, mistake. മംഗളം, മനോരമ എല്ലാ പേപ്പർ രാവിലെ മേടിക്കാണ് ഞാൻ വായിക്കുന്നത്. എടാ അതല്ല, പിന്നെ? ഒരു വണ്ടി റോഡിൽ ഇറക്കുമ്പോ അതിന് വേണ്ട കുറെ സർട്ടിഫിക്കറ്റുകളുണ്ട്. അതുണ്ടാ നിന്റെ കയ്യില്? സർട്ടിഫിക്കറ്റ് അത്. എന്റെ സാറേ ഇത് ചോദിക്കണ്ടേ? ആ. ബാഡ്ജ്, പേപ്പർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യും? ആ, അതെ. സർട്ടിഫിക്കറ്റ് ചോദിക്കണം. അല്ല ഈ മനുഷ്യനെ മെനക്കെടുത്താണ്. ഇതാണ്ട് ഇത് 1ാം ക്ലാസ്സിൽ പഠിക്കും ബിസ്ക്കറ്റ് അടിക്കട്ടെ. ഇത് 5ാം ക്ലാസ്സിൽ പഠിക്കും ലളിതാർത്ഥത്തില് ചന്തമേറിയ ഭൂമിയിലും. ഇതാണ്ട് സാറേ ഇത് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നാടകത്തിന് കിട്ടിയത്. പാമ്പു കൈക്കും മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്. എനിക്കെന്താണ് ഡോക്ടർ? കുഷ്ഠമാണോ? എനിക്കും കിട്ടിയിട്ടുണ്ട് സർട്ടിഫിക്കറ്റ്. എന്തോന്ന് സർട്ടിഫിക്കറ്റ്? അപ്പം കടി. അപ്പം കടിയാ? അപ്പം കടിക്ക് സർട്ടിഫിക്കറ്റാ? നാട്ടിലെ ക്ലബിലെ അപ്പം ഇങ്ങനെ നൂലെ കെട്ടി തൂക്കിയിടും, ഞാൻ ചാടിക്കടിക്കും. ഇവന്റെ രൂപത്തിന് പറ്റിയ കളി തന്നെ അപ്പം കടി. നടക്കട്ടെ കേട്ടാ. ഏയ്, എനിക്ക് ഇങ്ങനെ കണ്ടിട്ട് അത്ര കറക്റ്റ് ആയിട്ട് അയ്യോ, തോന്നണില്ല. correct അല്ല സാറേ, correct അല്ല. ലൈസൻസും കാര്യങ്ങളും റോങ് സൈഡ് കയറി വണ്ടി ഓടിക്കുന്ന ഒരു ലുക്ക്. ആ. ഇങ്ങനെയാണ് 1-2 സംശയങ്ങൾ ചോദിക്കട്ടെ. ചോദിക്കൂ സാർ. ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ? ഉണ്ട്. എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മളിങ്ങനെ വണ്ടി റോട്ടിൽ കൂടെ ഓടിച്ചോണ്ട് പോവല്ലേ, പോകുമ്പോൾ നമ്മൾ എന്തിനാണ് ഇങ്ങനെ കാണിക്കണത്? ഛെ, ഇതൊക്കെ നാട്ടിലെ കൊച്ചു പിള്ളേർക്ക് വരെ അറിയാവുന്ന സിഗ്നൽ അല്ലേ സാർ? എന്നാ പറ. നാളെ കാണാം. നാളെ കാണാം. സത്യമാണ് സാറേ അയാൾ പറഞ്ഞത്. ഈ നാട്ടിൽ നിന്ന് ഒരുപാട് പേരെ ഇന്ന് പലിശക്ക് എടുത്തിട്ടുണ്ട്. അവരെ കാണുമ്പോഴൊക്കെ അയാൾ സ്കൂട്ടർ ഇരുന്ന് നാളെ കാണാം, നാളെ കാണാം. ഇതാണ് അയാൾ പറഞ്ഞത്. എന്റെ സുഹൃത്തെ അതല്ല. ഇതിപ്പോ വേറൊന്ന് ചോദിക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് 8 എടുത്തിട്ടുണ്ടോ? ഞാൻ കുടുംബത്തിൽ പിറന്നവനാണ് സാർ. എന്റെ അച്ഛനൊക്കെ വലിയ ഫാമിലി ഉള്ള, ഞാൻ ആരുടെയും കട്ടെടുക്കില്ല. കട്ടെടുത്ത കാര്യമല്ല ചോദിച്ചത്. 8 എടുത്തിട്ടുണ്ടോ? നമ്മൾ ഇന്ന് കേരളത്തിലെ റോഡുകൾ എന്ന് പറയാൻ കട്ടറും കുഴിയൊക്കെ നിറഞ്ഞാണ്. നമുക്കൊരു സർക്കസുകാരനെ പോലെ മാത്രമേ നമുക്ക് കേരളത്തിലെ റോഡിലൂടെ വണ്ടി ഓടിക്കാൻ പറ്റൂ. അപ്പൊ 8 എടുക്കണം. 8 എടുത്തിട്ടുണ്ടാ? ഈ സാമ്പത്തികമായിട്ട് ഇച്ചിരി പരാധീനതയിലാണ്. ഓ. ഞാൻ 2 പ്രാവശ്യമായിട്ട് 4 എടുത്താ പോരെ. ഒരു കാര്യം ചെയ്യും, 2 പ്രാവശ്യമായിട്ട് 2 8 നിന്റെ 16 നമുക്ക് ഗംഭീരമായിട്ട് അങ്ങ് ആഘോഷിക്കാം. മനസ്സിലായ? അതങ്ങ് പോട്ടെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മളിങ്ങനെ വണ്ടിയിൽ പോകുമ്പം ഇങ്ങനെ കാണിക്കണം എന്തിനാണ്? ഒരു ഫുൾ എടുത്ത് വെച്ച് വൈകിട്ട് അടിക്കാം. അതുപോലെ എന്ത് ചെയ്യും? ഇതിപ്പം ഈ സംഭവം കണ്ട ആരെങ്കിലും ഉണ്ടാ? സംഭവം കണ്ട ഒരാളുണ്ട്, ദൃശ്യശി. ഇല്ല ഇല്ല സാർ, അങ്ങനെ ആരും കണ്ടില്ല സാർ. ആരും കണ്ടില്ലേ? ഇല്ല സാർ, ചുമ്മാ പറയുന്നത് സാർ. അല്ലല്ല, ഉണ്ട് സാർ, ഉണ്ട് സാർ. ഇവൻ പഠിപ്പിക്കുന്ന ശിഷ്യൻ അയ്യോ, കണ്ടിട്ടുണ്ട്. ഇല്ല സാർ, അങ്ങനെ ഒരാളില്ല സാർ. വിളിക്കണം സാർ. ഉണ്ടായില്ലേ? ഉണ്ട് സാർ. എന്നാ വിളി. മോനെ ദൃശ്യശി. അത് എന്താ? വലിമുത്തേ, കാര്യം പറ. മോനെ സാറേ അവൻ കൊച്ചു ചെറുക്കാണ് സാറേ. അവൻ മിണ്ടല്ലടാ. പേടിക്കണ്ട. ഈ കാക്കി ഇടുന്നത് പേടിക്കണ്ട. നമ്മൾ ഭയങ്കര സൗഹൃദമാണ്. കണ്ട കാര്യം സത്യസന്ധമായിട്ട് മാമന്റെ അടുത്ത് പറ. അതായത് കാറ് വളരെ വേഗതയിൽ വരികയാണ്. അവന്റെ കാർ ഓവർ സ്പീഡ് കയറ്റി തരാം. ഓവർ സ്പീഡ്. പറഞ്ഞോ. ഓപ്പോസിറ്റ് വരുന്ന വണ്ടി വളരെ സ്ലോയിൽ പതുക്കെ വരികയാണ്. പാവം ഞാൻ. ഈ കാറ് പോകുന്ന അതേ സ്പീഡിൽ മുകളിൽ കൂടെ ഒരു പരുന്ത് ഇങ്ങനെ പറക്കുന്നു. സാക്ഷി പറയുമ്പോ ഇങ്ങനെ പറയണം. അടയാളങ്ങളും ചിഹ്നങ്ങളും വെച്ച് ചെറുക്കൻ പറയണേട്ടാ. പറവനെ പരുന്ത് സത്യമുള്ളതാണ്. പറ. കാർ എന്ന് പറഞ്ഞ റോഡിന്റെ നടുക്കൊണ്ട് കുത്തി ചവിട്ടുന്നു. കുത്തി ചവിട്ടി അല്ലേടാ. എന്നിട്ട് ചവിട്ടിയിട്ട് ഡ്രൈവർ അതിൽ നിന്ന് ഇറങ്ങിയാണ്. ഇറങ്ങിയിട്ട് ഡോറിന്റെ സൈഡിൽ ഇങ്ങനെ പിടിക്കുമ്പോ മുകളിൽ നിൽക്കണ പരുന്ത് വന്ന് ഇങ്ങനെ ഇയാളുടെ കയ്യിൽ ഇറങ്ങി നിൽക്കും. അവിടെയാണ് സാഗർ ഇലിയാസിയാക്കിയുടെ ഇൻട്രോ. അമൽ നീരത് പറയണ കേട്ട. സാറേ, മിസ്റ്റർ ആന്റണി പെരുമ്പ പറഞ്ഞു വരൂ. നമുക്ക് ക്യാമറ ജിപ്പ് ഉണ്ടല്ലോ, ജിപ്പ് അതിനെ പൊക്കി വെച്ചിട്ട് ഹെലിക്യാം കുഴിച്ചിട്ടാലോ? ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞു. നീ വാ. ഇനി നീ ഇവിടെ നിന്നാ നിന്റെ ജിബ് ഇടിച്ച് തകർത്ത് ഞാൻ കുഴിച്ചിടും. പോ. ഞാൻ അപ്പോഴേ സാറിന്റെ അടുത്ത് പറഞ്ഞില്ലേ, ഇവ ഇതൊന്നും കണ്ടിട്ടില്ല സാറേ. ഇതിപ്പോ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താണ്? അതായത് ഈ ഇല വന്ന് മുള്ളി വീണാലും മുള്ളു വന്ന് ഇല വീണാലും മരത്തിനാണല്ലോ കേട്. അതെ. അതായത് ഈ വലിയ വണ്ടി വന്ന് ചെറിയ വണ്ടി ഇടിച്ചാലും ചെറിയ വണ്ടി വന്ന് വലിയ വണ്ടി ഇടിച്ചാലും വലിയ വണ്ടിക്കാണ് കേട്. അപ്പൊ ഒരു കാര്യം ചെയ്യ്. ചെറിയ വണ്ടിക്കല്ലേ സാർ കേട്? അപ്പൊ ചെറിയ വണ്ടിക്കാണ് കേട്. ഒരു കാര്യം ചെയ്യ്, നീ ഒരു 5000 രൂപ ഇങ്ങോട്ട് കൊടുക്കും. നന്ദി നിയമപാലക. ഒന്നുകൂടെ പറഞ്ഞാണ്. അതായത് വലിയ വണ്ടി വന്ന് ചെറിയ വണ്ടി ഇടിച്ചാലും ചെറിയ വണ്ടി വന്ന് വലിയ വണ്ടിയിൽ ഇടിച്ചാലും ചെറിയ വണ്ടിക്കാണ് കേട്. ഞാൻ 5000 രൂപ കൊടുക്കണം. 5000 രൂപ കൊടുക്കും. മാമ വാ, ഇതിപ്പോ തീർത്തരാം. ചുളുവില് ലാഭത്തിനൊരു പരിപാടി പറഞ്ഞു. പറയും.
മാമന്റെ സ്കൂട്ടർ എനിക്ക് എന്റെ കാർ തരാം. പോയി അവിടെ നിൽക്കടാ. 5000 രൂപ എന്നെ പറ്റിക്കാൻ നോക്കും. 5000 കൊടുക്കണം. അപ്പം നിന്റെ പേര് പറ. എന്റെ പേര് ഏ. പീലി. പീലി. വീട്ടുപേര്? മയിൽ എന്നാണ് വീട്ടുപേര്. നാട്ടുകാർ സ്നേഹത്തോടെ മയിൽ പീലി എന്ന് വിളിക്കും. എന്തോന്ന്? മയിൽ പീലി. മനസ്സിലായ? ഏ? മനസ്സിലായ? ആ മയിൽ പീലി എന്റെ പേര്. സൂക്ഷിച്ചോക്കടാ. ആ ശരി, നല്ലോണം കൂടി. അതല്ലേ പിന്നെ സൂക്ഷിച്ചോക്കടാ. മനസ്സിലായ? ആരാ? നീ വാ. നീ പുളിമാത്ത് LP അല്ലേ പഠിച്ചത്? ഓ, പുള്ളി മത്ത സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ ഒരു ബെഞ്ചിൽ നിന്റെ അടുത്തിരുന്ന വെളുത്ത ഉണ്ടേ ഓർമ്മയുണ്ടാ? ഓ, എന്റെ സ്കൂളിൽ ഒരുപാട് വെളുത്തുണ്ടായി കറുത്തുണ്ടായി കൊണ്ടായിരുന്നു. ഞാൻ അത് നോക്കാൻ പാടില്ല. ഇടാ അതല്ലെന്ന്. പിന്നെ? എന്റെ പേര് നിനക്കറിയാം. ഞാൻ വേണേ ഒരു സൂപ്പർ ഗ്ലൂ തരാം. എന്റെ പൊന്ന് സാറേ ഈ സൂപ്പർ ഗ്ലൂ പഠിച്ചാൽ ഞാൻ എന്റെ ഹെൽമെറ്റ് എങ്ങനെ ഒട്ടിക്കും? അതല്ലെന്ന്. പിന്നെ? ഞാൻ ഒരു ക്ലൂ തരാം. ദാ എന്റെ പേരിൽ 2 അക്ഷരമുണ്ട്. ആദ്യത്തെ അക്ഷരം ബൈ. ബൈ. രണ്ടാമത്തെ അക്ഷരം ജു. രണ്ടക്ഷരം. 2 അക്ഷരം. ആദ്യത്തെ അക്ഷരം ബൈ. രണ്ടാമത്തെ അക്ഷരം ജു. പറ. എടാ കാളക്കണം ജുബൈദേ. കാളക്കണ്ണൻ ജുബൈദ. ദാ അതല്ലെന്ന്. എടാ ആദ്യത്തെ അക്ഷരം ബൈ. ആ, രണ്ടാമത്തെ അക്ഷരം ജു. 2 അക്ഷരേ ഉള്ളു. അതാണ് ആദ്യത്തെ മണ്ടൻ. അതുപോലും മനസ്സിലായില്ല ഇതുവരെ. മനസ്സിലായില്ലേ? എപ്പോഴേ മനസ്സിലായി. എന്നാ പിന്നെ പറഞ്ഞോട്. ജുബ്ബ. ജുബ്ബയല്ല, കോണ. കോണാത്തെ സുല്ല്. കോണത്ത് സുനിയല്ല, കോണത്ത് സുനില്ല. എപ്പോഴും ഇരട്ട പേരുകളല്ലേടാ നിനക്ക് ഓർമ്മ വരുള്ളൂ. എനിക്കറിയാം എപ്പോഴും കൂട്ടുകാർ എപ്പോഴും ഇരട്ട പേര് ഓർമ്മ വരുള്ളൂ. ദാ ഇപ്പം അങ്ങനെ കൊടുക്കും. ഞാൻ ഒരു ക്ലൂ തരാം വീണ്ടും. റെഡി? നിക്കറിൽ തൂറി. മിണ്ടരുത് മിണ്ടരുത്. മനസ്സിലായ? സാറേ നിക്കറത്തൂരി വായിച്ചു. അയ്യോ, അങ്ങനെ വിളിക്കണേ. വായിച്ചു. സാറേ, അയ്യോ സാറേ. എന്തായിരുന്നു സാറ് എന്തെന്ന് അറിഞ്ഞ കാര്യം തരാം. അളിയാന്ന് വിളിക്കടാ. ഞാൻ സാറേ അങ്ങനെ പറയാം. അളിയാന്ന് വിളിക്കടാ. പോലീസിലൊക്കെ നിൽക്കുന്ന അത് പറ്റൂല. വീട്ടിലെ സ്കൂളിലൊക്കെ അളിയാന്ന് വിളിക്കാറ്. അങ്ങനെ പറഞ്ഞ് നീ ഒരു കാര്യം കളിക്കണം. കാക്കി ഇട്ടെങ്കിൽ എന്റെ ഉള്ളിൽ ഇപ്പോഴും ഈ സുഹൃത്ത് ബന്ധത്തിന് ഭയങ്കര ആൾക്കാർക്ക് ഇത്രയും ആൾക്കാർക്ക് നമ്മൾ ഒരു പോലീസുകാരനെ കയറി അളിയാന്ന് നമ്മൾ ആദ്യമായിട്ടല്ലേ അങ്ങനെയാണോ? പോടാ, എത്ര വർഷം നമ്മൾ ഇരുന്ന് അളിയാന്ന് വിളിയടാ. വിളിയടാ വിളിയടാ. അളിയാ. ആരെങ്കിലും ഒന്ന് വിളിക്കണ്ടേ? അതുകൊണ്ട് വിളിച്ചു പോയത്. ഇങ്ങോട്ടാ വിളിയടാ. ധൈര്യമായിട്ട് വിളി. ഞാനൊന്നും ചെയ്യില്ല. അമ്മച്ചാണ് ചെയ്യില്ല. കുഴപ്പമില്ലല്ലേ? കുഴപ്പമില്ല, വിളിച്ചോ. ഞാൻ കേട്ടിട്ടുണ്ട് ഈ പോലീസുകാർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇടിക്കും. ഈടെ പാടാ. ഞാൻ നിന്റെ കൂടെ കാണിക്കൂ. നീ പറയടാ. എസ് ഐ ആയെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലടാ. പറ വിളി. എനിക്കാണെങ്കിൽ വായിന്ന് സാറേന്നേ വരുന്നുള്ളൂ. നീ വിളിയടാ. അളിയാന്ന് വരുന്നില്ല. അല്ല നീ വിളി വിളി വിളി. അളിയാന്ന് വിളി. സലിയാ. എടാ സലിയനല്ലടാ. അളിയ അളിയ ധൈര്യമായിട്ട് വിളിച്ചു. വേണ്ട വേണ്ട, ഞാൻ സാറേന്ന് വിളിക്കാം. പറ്റൂല. എനിക്ക് അളിയാന്ന് വിളിക്കാൻ പറ്റുന്നില്ല. മിണ്ടൂല. വേണ്ട ഉള്ള തൂക്കാടാണ്. എനിക്കത് അത് ശരിയാവില്ല. വിളി വിളി. അളിയാന്ന് വിളി. ആറേ. ആറാ? 6അല്ലടാ 9. എടാ ഇനി വാ. നീ ധൈര്യമായിട്ട് വിളിച്ചു. ഞാൻ ഒന്നും പറയില്ല. ഒന്നും പറയില്ല. അളിയാ. സുഖത്തല്ലടാ. അളിയോ ഭയങ്കര സുഖടാ. എത്ര വർഷമായിടാ കണ്ടിട്ട്? ഭയങ്കരല്ലേ? കല്യാണം കഴിച്ചാ നീ? കല്യാണം കഴിഞ്ഞ ഈ കിളവൻ വണ്ടി കൊണ്ട് വെച്ചിടിച്ച് എങ്ങനെയാലും അങ്ങനെ 35,000 രൂപ മേടിച്ചാണ്. നീ ഇവിടെ ഞാൻ ഇപ്പൊ റെഡി ചെയ്ത് നീ ഇവിടെ പറയും. ഇനി വന്നാണ്. അതായത് ഞാൻ ഇപ്പൊ ഈ വണ്ടിയൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഈ വലിയ വണ്ടി വന്ന് ചെറിയ വണ്ടിയിൽ അടിച്ചാലും ചെറിയ വണ്ടി വന്ന് വലിയ വണ്ടി അടിച്ചാലും വലിയ വണ്ടിക്കാണ് കേട്. അപ്പൊ നിങ്ങളൊരു 5000 രൂപ അവന് കൊടുക്കണം. ഞാൻ 5000 രൂപ 5000 രൂപ കൊടുക്കണം. 5000 രൂപ കൊടുക്കണം. അല്ല അതെങ്ങനെ ശരിയാവും? ആ നിയമത്തിന്റെ വഴിക്ക് പോട്ട്. 5000 രൂപ കൂടെ. അല്ല ഇത് 5000 രൂപ എന്ന് പറഞ്ഞാൽ ചില്ലറയായിട്ട് വേണോ നോട്ടായിട്ട് വേണം? എന്തരാഴ്ചെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. അപ്പൊ ചില്ലറയായിട്ട് തരാം. ഇച്ചിരി സമയമെടുക്കും. കാര്യങ്ങളൊക്കെ കല്യാണം കഴിച്ചാ? പിന്നെ ഞാൻ കല്യാണം ഒരു പെണ്ണൊക്കെ കെട്ടി ഇങ്ങനെ അങ്ങ് ജീവിക്കുന്നു. നീ പണ്ട് സ്കൂളില് ഒരു പെണ്ണുമായിട്ട് പ്രേമമില്ലായിരുന്നു? കല്യാണം കഴിച്ചാ? കെട്ടി 2 പിള്ളേര്. സുഖമായിട്ട് ജീവിക്കുന്ന അവളെ ഭർത്താവിൻ്റെ കൂടെ സുഖമായിട്ട് അവള് ജീവിക്കുന്നത്. നീ കല്യാണം കഴിച്ചില്ലേ? അല്ലേ അതുകൊണ്ടല്ലേ ഞാൻ താടിയും വളർത്തിക്കൊണ്ട് നടക്കണത്. അതെന്താ നീ കല്യാണം കഴിയാത്തത്? എന്റെ നാളെ ഒരു പ്രശ്നമാടാ. നിന്റെ നാളെ എന്ത് പ്രശ്നം?
എന്റെ നാള് മറ്റേ നാളാണല്ലേ? ഏത് നാള്? മറ്റന്നാളാണ്. മറ്റന്നാള്? മറ്റന്നാളല്ല, പിന്നെ എന്റെ നാള് എടാ, ഏത് നാളെന്ന് പറ. മൂലം അല്ലേ? കുരു ഉണ്ടോ? ഒന്ന് മിണ്ടായിക്കുവാ. നിന്നാണ് മൂലോ? അപ്പൊ ഈ മൂലത്തിന്റെ കൂടെ ഭരണിയെ ചേരുള്ളൂ. അതിലൂടെ ഈ മൂലത്തിന്റെ കൂടെ എന്റെ നാളിൽ ചൊവ്വാദോഷം ഉണ്ട്. നിന്റെ നാളെ ചൊവ്വാദോഷം ഉണ്ടോ? ചൊവ്വാദോഷം. എടേ, മൂലത്തിൽ ചൊവ്വാദോഷം ഉണ്ട്. വേറെ കാര്യമുണ്ട്, ഭരണി വെറുതെ ചേരൂല. ഭരണിയും ചൊവ്വാദോഷമുള്ള പെണ്ണെ ചേരുള്ളൂ. അതാണ് അത് കിട്ടാൻ വലിയ പാട്ട്. ചൊവ്വാദോഷമുള്ള പെണ്ണെ എന്തുകാ യുറേക്കെ. എന്താണ് താങ്കളുടെ നാള്? എന്റെ നാള് അത് നേരത്തെ പറഞ്ഞത് മൂവച്ചുള്ള സാധനം. എന്റെ മകളുടെ നാള് ഭരണി. ഇങ്ങനെ ഒരാളിനെ ഞാൻ തപ്പിക്കൊണ്ട് നടക്കുകയായിരുന്നു. എന്റെ മകളുടെ നാളും ഇദ്ദേഹത്തിന്റെ മകളും നാം നീ ചേരും. ചൊവ്വാദോഷം ഉണ്ടോ മോക്ക്? തീർച്ചയായിട്ടും അങ്ങനെയാണ് ഒരു കാര്യം. ഇയാളുടെ മോളുടെ ഭരണി നിന്റെ മൂലത്തിൽ ചേരും നോക്കാം. അതാണ് ചേരും, നമുക്ക് നടത്താളിയാ. അല്ല പിന്നെ പക്ഷെ ഒരു കണ്ടീഷൻ. പൊതുസ്ഥലത്ത് വെച്ച് എന്നെ ആക്ഷേപിച്ച ഒരാളുടെ കൂട്ടുകാരന് എന്റെ മകളെ ഞാൻ എങ്ങനെ കെട്ടിച്ചു കൊടുക്കും? പോകാൻ പറ. പോകാൻ പറ. ഇയാളെ മോള് മാത്രമാ, വേറെ പെണ്ണെ നമുക്ക് തപ്പാളിയാ. നീ ധൈര്യമായിട്ട് ഈ ക്യാഷ് നോക്കിയിട്ട് നീ വാ. എത്ര പെണ്ണാണ് ചൊവ്വാദോഷമുള്ള ഞാൻ തപ്പി പിടിച്ച ഒരാളിയാ. നിർത്തണ അളിയാ. നീ ചുമ്മാ ഞാൻ വേറെ ഒരു മാന്യനായ മനുഷ്യനെ നീ പട്ടാപ്പകൽ പൊതു നിരത്തിൽ വെച്ച് ആക്ഷേപിച്ചില്ലടാ. എങ്ങനെ ധൈര്യം വന്നടാ? എന്റെ അച്ഛൻ റിട്ടയർഡ് എച്ചമ്മാണ്. അവന്റെ അച്ഛൻ അറിയാന്ന് വിളിച്ചാൽ നിന്റെ മുട്ടുകാരി. എന്റെ അമ്മയ്ക്ക് വില്ലേജ് ജോലി ഉണ്ടായിരുന്നു. എന്റെ അമ്മയ്ക്ക് വില്ലേജ് ജോലി ഉണ്ടായിരുന്നു. അളിയ അടിച്ചു വിട്ടേരിഞ്ഞ ഒരു സൗകര്യം കെട്ടി ചേച്ചി 1.5 ഏക്കർ വരെ എനിക്ക്. ഇവന്റെ അഭിനയം ഭയങ്കര. സ്കൂളിൽ പഠിക്കുമ്പോഴേ നാളത്തിൽ ഇതൊക്കെ അഭിനയമാണ്. അലോനായിട്ട് വരട്ടാ. നാളെ രാവിലെ വീട്ടിലേക്ക് വരും. ശരി, അപ്പൊ ഒരു കാര്യം ചെയ്യും. 5000 രൂപ നീ മാമന് കൊടുത്തേ. കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോ എനിക്ക് കാതിൽ കരിക്കട്ടിട്ടൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. കാതിൽ കരിക്കട്ടയിട്ട കൂട്ടുകാരൻ അല്ല, കടക്കിരട്ടൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവൻ ചോറ് പൊതി കൊണ്ടുവരുമ്പോൾ അവൻ കഴിക്കാതെ എനിക്ക് തരുമായിരുന്നു. അവൻ്റെ അമ്മയുടെ വില്ലേജ് ഓഫീസിൽ നിന്ന് പൈസ പൊട്ടിച്ച് ഐസ് മുട്ടായും ബോഞ്ചി വെള്ളവും ഞങ്ങൾ ഒരുപാട് കൊണ്ടിട്ടുണ്ട്. കഥ പറയുമ്പോൾ സിനിമ ഞാനും കണ്ടത് തന്നെ. കൂടുതൽ ഓവറാക്ട് ചെയ്യണ്ട കേട്ടോ. പോരാ, 5000 രൂപ മര്യാദയ്ക്ക്. 5000 രൂപ. അപ്പൊ മാമാ, നമുക്കപ്പോൾ നാളെ രാവിലെ ഞാൻ ജാതകമായിട്ട് എല്ലാവരും ആക്സിഡന്റ് എങ്ങനെ നടന്നെന്ന് എനിക്ക് രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞില്ലേ, കാറ് വളരെ പതുക്കെ മാന്യമായിട്ട് വരികയായിരുന്നു. ബൈക്കാണെന്ന് പറഞ്ഞാൽ അവിടുന്ന് ഓപ്പോസിറ്റ് വളരെ വേഗത്തിലാണ് വന്നത്. കാറ് പതിക്കാണ്, ബൈക്കാണ് സ്പീഡിൽ വന്നത്. നിർത്തിക്കൊണ്ടിരിക്കുന്ന കാർ, നിർത്തിയിട്ടിരുന്ന കാറിൽ ബൈക്ക് വന്ന് ഇടിക്കുകയായിരുന്നു. തന്നെ സാറേ. പക്ഷേ നമ്മളത് ഹെലിക്കാൻ പറ്റി ഷൂട്ട് ചെയ്യണം, എങ്കിലേ നമുക്ക് പ്രേക്ഷകർക്ക് ഇത് എത്തിക്കാൻ പറ്റും. നീ ആര്? ഷാജി കൈലാസ്. ആശാനെന്ത് ഇവിടെ? ആശാനാ? ഞാൻ ബാബു ആന്റണി.